വി.ഡി. സതീശനോടൊപ്പം മറ്റ് 20 MLA മാർ കൂടി ഇപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷമുള്ള കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായുള്ള ഗവർണറുടെ സത്കാരം സ്വീകരിക്കുന്നു. അതിനായി ഇപ്പോൾ മന്ത്രിമാർ ഓരോരുത്തരായി ലോക് ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യ മന്ത്രിസഭാ യോഗം അത് എന്ത് തീരുമാനമെടുക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ CV അനുമോദാണ് ലോക് ഭവന് മുന്നിൽ നിന്ന്. അനുമോദ്, സാങ്കേതികമായ ഒരു നടപടി എന്ന് പോലും പറയാൻ പറ്റില്ല, ഇതൊരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ചടങ്ങ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും എന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതിനുശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗമടക്കം നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ്. ഇപ്പോൾ മന്ത്രിമാരെല്ലാവരും ലോക് ഭവനിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, ചട്ടങ്ങളുടെ ഭാഗം മാത്രമാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമായതുകൊണ്ട് തന്നെ മന്ത്രിമാർ കൃത്യസമയത്ത് തന്നെ ഏറെ സമയത്ത് വൈകാതെ തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യം PK കുഞ്ഞാലിക്കുട്ടിയാണ്, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടേക്ക് എത്തിയത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നമ്മളാദ്യം V.D. സതീശൻ മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു കരുതിയത്, പക്ഷേ ആദ്യം എത്തിയത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അതിന് പിന്നാലെ ഒരു 10 മിനിറ്റ് ശേഷമാണ് മുഖ്യമന്ത്രി V.D. സതീശൻ എത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ മറ്റു മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പ സമയങ്ങൾക്ക് മുമ്പ് T. സിദ്ദിഖ്, KA. തുളസി, അതുപോലെ തന്നെ PC. വിഷ്ണുനാഥ്, റോജി M. ജോൺ തുടങ്ങിയ പ്രമുഖ മന്ത്രിമാരെല്ലാം ഏകദേശം 15ഓളം മന്ത്രിമാർ ഇതിനോടൊക്കെ എത്തിയെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. മറ്റ് മന്ത്രിമാരും ഇത് അല്പ സമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. അതിൻ്റെ ഗതാഗത നിയന്ത്രണം ഇവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏകദേശം ഒരു അരമണിക്കൂറിലധികം സമയം ഈ ഒരു നടപടികൾ, ചായ സൽക്കാര നടപടികൾ നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ശേഷമാണ് പ്രധാനമായിട്ടുള്ള ആദ്യ ക്യാബിനറ്റ് യോഗം. അതിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ അഭിലാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ചർച്ചയായിരുന്ന വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ VDS സർക്കാർ അവരുടെ ആദ്യ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പ്രത്യേകിച്ച് സൗജന്യ KSRTC യാത്ര, അതേപോലെ പെൺകുട്ടികൾക്കുള്ള ധനസഹായം, അങ്ങനെ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വാഗ്ദാനങ്ങൾ അത് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അംഗീകരിക്കുമോ, അതോ ജൂൺ 5-ന് ചേരുന്ന ബജറ്റ് സമ്മേളനം വരെ നീണ്ടുപോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഉയരുന്നത്. എന്നാണെങ്കിലും അല്പസമയത്തിനകം മന്ത്രിമാരെല്ലാം എത്തിച്ചേർന്ന ശേഷം രാജ്ഭവനുള്ളിൽ, ലോക് ഭവനുള്ളിൽ നടപടികൾ, ചായസൽക്കാര നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പരമാവധി, അത്രമാത്രമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം തീർച്ചയായും, അതായത് അനുമോദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അറിയാതെ രാജ്ഭവൻ എന്ന് പറഞ്ഞു പോകുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു കൗതുകം കൂടിയുണ്ട് ഇത്തവണ. രാജ്ഭവൻ എന്നായിരുന്നു ഗവർണർമാരുടെ ഔദ്യോഗിക വസതികൾ അറിഞ്ഞിരുന്നത്. പിന്നീട് അത് ലോക് ഭവൻ എന്ന നിലയിലേക്ക്. രാജ്ഭവൻ എന്നാൽ അത് ആ രാജഭരണകാലത്തിൻ്റെ ഒരു പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനമായതുകൊണ്ട് ലോക് ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ലോക് ഭവനിൽ ആണ് അല്ലേ അനുമോദ്? ഇപ്പോൾ ക്യാമറ അവിടെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അത് കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നി ഈ ലോക് ഭവനിൽ ഈ വിരുന്ന സൽക്കാരം മുഖ്യമന്ത്രി എന്ന നിലയിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായും ഇത് നമുക്ക് ഇവിടെ കാണാം. ലോക് ഭവൻ ഔദ്യോഗിക നാമകരണം ലോക് ഭവനാണ്. നമുക്കിവിടെ ഇതിൻ്റെ പുറകിൽ സിംഹമുദ്രയുള്ള അതിൻ്റെ ചിഹ്നമെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ടാണ് ഈ ഒരു രാജ്ഭവൻ ലോക് ഭവൻ എന്ന പേരിലേക്ക് മാറ്റിയിട്ടുള്ള ആദ്യത്തെ സർക്കാർ. ഒരുപക്ഷെ ഇതായിരിക്കും എന്നാണ് നമുക്ക് കരുതാൻ. പരിമിതമായ അറിവാണ്, തെറ്റുണ്ടെങ്കിൽ അഭിലാഷം തിരുത്താം. എന്നാണെങ്കിലും ഇത് കൗതുകമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം നമ്മളൊക്കെ സാധാരണ ഗവർണറുടെ വസതി, ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ എന്ന പേരിൽ തന്നെയാണ് കാലങ്ങളായിട്ട് വിളിച്ചു പോരുന്നത്. പെട്ടെന്ന് അത് ലോക് ഭവനാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് എത്താൻ നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ കഴിയുന്നില്ല. പക്ഷേ സാധാരണ ഇവിടെ എല്ലാ ആളുകളും നമ്മൾ വഴി ചോദിക്കുമ്പോൾ പോലും രാജ്ഭവനിലേക്കുള്ള വഴി എന്നാണ് ഇപ്പോഴും പറയുന്നത്. ലോക് ഭവൻ എന്നത് ഒരുപക്ഷെ നമുക്കിനി നമ്മുടെ റിപ്പോർട്ടിങ്ങിനിടയിൽ, വാർത്തകൾക്കിടയിൽ അത് പറഞ്ഞ് കുറെ കൂടി ശീലമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതിൽ മറ്റൊരു ചരിത്രം പറയുന്നത് പോലെ ലോക് ഭവൻ, അതുപോലെ മുഖ്യമന്ത്രിയുടെ പേരും ഇനി ശീലിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി V.D. സതീശൻ എന്നതും ഒരു ശീലമായി മാറേണ്ടതുണ്ട്.
തീർച്ചയായും അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ശീലിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പേരിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്ന പേരിലേക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന പേരിലേക്കും മാറ്റം. അത് നമുക്കിനി ഒരു ദിവസങ്ങളിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമുക്കൊക്കെ പറയുന്നതിനിടയിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിട്ട് മാറുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാണെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്പരം മാറുമ്പോൾ എന്തെല്ലാം നയങ്ങളിൽ മാറ്റം വരും എന്നുള്ളത് കൂടിയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കിടയിൽ വന്ദേ ഭാരതത്തിൻ്റെ പൂർണ്ണരൂപം ചൊല്ലിയത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ വിവാദമാക്കിയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലും വന്ദേമാതരം അതിന് പൂർണ്ണരൂപത്തിലാണ് ചൊല്ലിയത്. വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ചൊല്ലുന്നതിനെതിരെ നിശ്ചിതമായ നിലപാടെടുത്ത പാർട്ടികളായിരുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ളവർ. അവരൊക്കെ അത് ഒരു തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണ്, അംഗീകരിക്കാനാകില്ല എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസും മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം ഉൾപ്പെടുന്ന വേദിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട്, ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് വന്ദേഭാരതം പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് ഒരു ചൊല്ലിയത്. ലീഗിന്റെ കാര്യം പറയുമ്പോൾ ഈ CPM-ഉം CPI-യും TVK-യുടെ സർക്കാരിന്റെ ഭാഗമാണ്. അവിടെ രാഷ്ട്രീയമായി വിമർശനം ഉയർന്നത് വിജയ് നരേന്ദ്രമോദിക്ക് കീഴ്പ്പെട്ടു പോയി എന്ന വിമർശനമൊക്കെ ആയിരുന്നു ഉയർന്നത്. ഇനിയിപ്പോൾ CPM-ഉം CPI-യും ഒക്കെ ഈ വിഷയത്തിൽ വന്ദേ മാതരം പൂർണ്ണമായ വരികൾ ആലപിച്ചു എന്നുള്ളത് അതിപ്പോൾ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ്. എങ്കിൽ പോലും അവർ ചൂണ്ടിക്കാണിച്ചത് ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആയി ചുമതല ഏറ്റെടുത്തപ്പോൾ പോലും ഇല്ലാത്ത വിധേയത്വമാണ് TVK നടത്തിയത് എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ വരും മണിക്കൂർ ചർച്ചയാകാമല്ലേ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഒരുപക്ഷെ ഇടതുപക്ഷം ഉന്നയിക്കാൻ ഇടയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ചൊല്ലലായിരിക്കാം. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അത് ഭാരതത്തെ ദേവിയായി ചിത്രീകരിക്കുന്നത്, ഈശ്വര സങ്കല്പത്തിൽ ചിത്രീകരിക്കുന്നതിന് തുല്യമാണ്. അതിലെ വരികൾ അങ്ങനെയാണുള്ളത്. അത് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന ഒരു വിശ്വാസപരമായ കാര്യമാണ് ലീഗ് അടക്കമുള്ളവർ ഇതിനെ എതിർത്തത്. മാത്രമല്ല ഒരു മതത്തിൻ്റെ മാത്രം സങ്കല്പം എല്ലാവരുടെ മുകളിലും അടിച്ചേൽപ്പിക്കാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു നയം ഗവർണർ നിർബന്ധമാക്കുന്നത്, കേന്ദ്രം നിർബന്ധമാക്കുന്നത് വിമർശനമൊക്കെ വരുന്നു. അന്നൊക്കെ ഇതിനെതിരെ നിശ്ചിതമായ ഭാഷയിലായിരുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ളവർ, പ്രത്യേകിച്ച് കോൺഗ്രസും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ആദ്യ VDS സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇത്തരത്തിൽ ഒരു വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ചെല്ലുമ്പോൾ അത് ഇനി അതിനെ എങ്ങനെയാണ് ഇവർ പ്രതിരോധിക്കുക, വിമർശനമാക്കുമോ, ഇതിനെ ഇടതുപക്ഷം ഒരു UDF-നെതിരെയുള്ള ഒരു വിമർശനമാക്കി കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് ഇനി കൗതുകമുള്ള ഒരു കാര്യങ്ങളാണ്. ഒരുപക്ഷെ വിവാദങ്ങൾക്ക് മാത്രമായിരിക്കാം അതിൻ്റെ അവസരമെങ്കിൽ പോലും മുൻപ് ഉണ്ടായിരുന്ന ഒരു വിവാദമായിരുന്ന ഒരു കാര്യം അത് ഇന്നിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ അതെങ്ങനെ രാഷ്ട്രീയമായിട്ട് ഏത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കുമെന്നുള്ളതാണ് കൗതുകമുണർത്തുന്ന ഒരു കാര്യം. അത് കണ്ടറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. തമിഴ്നാട്ടിൽ ഇടതുപക്ഷവും TVK-ക്കെതിരെ ഇടതുപക്ഷവും CPI-യും DMK-യൊക്കെ ഉന്നയിച്ച അതേ ഒരു ആരോപണം, അതേ ഒരു ആക്ഷേപം അത് കേരളത്തിൽ ഉന്നയിക്കപ്പെടുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മന്ത്രിമാരുടെ വരവ് തീർന്നിട്ടില്ല. അപ്പോൾ കേരള സ്റ്റേറ്റ് 10ാം നമ്പർ കാറാണ് വന്നിരിക്കുന്നത്. ഇതിൽ നേതാക്കളൊക്കെ മന്ത്രിമാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും എല്ലാവരും എത്തിച്ചേർന്നാൽ അല്പസമയം കൂടി എടുക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. എന്താണെങ്കിലും ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം നമുക്ക് ഇനി രാഷ്ട്രീയമായിട്ട് ഇതൊക്കെ ഏത് തരത്തിലൊരു വിവാദമാകുമോ അതോ ഇതൊരു നടപടിക്രമം എന്ന തരത്തിൽ മാത്രം കണ്ട് ഒഴിച്ചുവിടുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അഭിലാഷ്, തീർച്ചയായും അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഓരോ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരിലുമുള്ള കൗതുകം ആ കാറിനകത്തൊക്കെ ആരൊക്കെയാണുള്ളത്. കാരണം ഈ നമ്പറുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഓഫീസ് മുറികളുടെ നമ്പറുകൾ പോലും അത് നേരത്തെ സൂചിപ്പിച്ചു. ഈ 13ാം നമ്പർ പൊതുവെ മന്ത്രിമാർക്ക് താല്പര്യമില്ല, അതൊരു നല്ല നമ്പർ അല്ല എന്നതാണ് പല വിശ്വാസങ്ങൾ ഉള്ളവരുണ്ട്. നേരത്തെ തന്നെ ചിലർ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇഷ്ടപ്പെട്ട നമ്പറുകൾ ഉണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും അങ്ങനെയുള്ള താരങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ അവർക്കൊക്കെ ചില നമ്പറുകളോടുള്ള ഇഷ്ടമുണ്ട്. ചില നമ്പറുകൾ വിശ്വാസത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ഇഷ്ടങ്ങളാണ്. ഈ 13 ഒരു ഭാഗ്യ നമ്പറല്ല എന്നതുകൊണ്ട് പലപ്പോഴും പല സർക്കാരുകളും 13ാം നമ്പർ ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലടക്കം ആ നമ്പർ കാറുകളൊക്കെ ഉപയോഗിച്ചിരുന്നു മന്ത്രിമാർ എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടോ, ഏതൊക്കെ കാറുകൾ എന്നതാണ്. അതോടൊപ്പം അനുമോദ് സൂചിപ്പിച്ചതുപോലെ വന്ദേമാതരത്തിന്
ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകുകയും വന്ദേമാതരവും അതോടൊപ്പം തന്നെ ജനഗണമനയും ആലപിക്കേണ്ടതുണ്ട് എങ്കിൽ അതിൽ വന്ദേമാതരമായിരിക്കണം ആദ്യം ആലപിക്കേണ്ടത്. നേരത്തെ നമുക്കറിയാം ഇതെല്ലാം ദേശീയ ഗാനവും ദേശീയ ഗീതവുമൊക്കെ തെരഞ്ഞെടുത്ത കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു രാജ്യത്തൊരു സർവാധിപത്യം എന്നത്. അതിൽ തന്നെ വന്ദേമാതരത്തിലെ 4 ശ്ലോകങ്ങൾ വെട്ടിമാറ്റിയിരുന്നു. അത് ഈ പറയുന്നത് പോലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്ന് എന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ BJP സർക്കാർ പറയുന്നത് അത് രാജ്യത്തെ വർണ്ണിക്കുന്ന ഗാനമാണ്, രാജ്യത്തെ പുകഴ്ത്തുന്ന ഗാനമാണ്, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്ന ഗാനമാണ്. അതുകൊണ്ട് തന്നെ ആ വരികളൊന്നും വെട്ടിമാറ്റേണ്ടതില്ല. ആ വരികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രോട്ടോകോൾ പ്രകാരം ദേശീയ ഗാനവും ദേശീയ ഗീതവും അങ്ങനെ ഉള്ള, അതായത് ദേശീയ ഗാനമായ ജനഗണമനയ്ക്കുള്ള എല്ലാ ഔദ്യോഗികമായ ഇടങ്ങളും ദേശീയ ഗീതം കൂടിയായിട്ടുള്ള വന്ദേമാതരത്തിന് നൽകുന്നത്. അത് ആലപിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വന്ദേമാതരം ആലപിക്കണം. പക്ഷേ അതെല്ലായിടത്തും ഇപ്പോൾ ആലപിക്കേണ്ടതുണ്ടോ എന്നതായിരുന്നു നേരത്തെ TVKയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം രാഷ്ട്രീയമായ വിമർശനം ഉയർന്നത്. എന്തായാലും കേരളത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം തന്നെയാണ് ആദ്യം ആലപിച്ചത്. അതിനുശേഷം ആണ് ജനഗണമന. അത് തുടക്കത്തിലും അവസാനവും ആദ്യം തന്നെ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും വിമർശനം ഉയരുമോ ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മന്ത്രിമാർ ഓരോരുത്തരായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശൻ മുഖ്യമന്ത്രി, മന്ത്രി AP അനിൽകുമാർ, മന്ത്രി K മുരളീധരൻ, മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ എല്ലാവരും ഇപ്പോൾ എത്തുന്നു. മന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. തീർച്ചയായും ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്നത് ഗവർണർ തന്നെയാണ് എന്നതാണ് നേരത്തെ അനുമോദ് സൂചിപ്പിച്ചിരുന്നു. ലോക് ഭവനിൽ ആണ് ഈ വിരുന്ന് സൽക്കാരം നടക്കുന്നത്. ഒരു പക്ഷേ രാജ്ഭവൻ ലോക് ഭവനായതിനു ശേഷം പിന്നീടുണ്ടാകുന്ന ഒരു മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഖ്യമന്ത്രി VD സതീശനുമാണ്. ഇനി ആദ്യ സഭാ സമ്മേളനത്തിൽ പോലും ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ ഒന്നായിരിക്കും. കാരണം മുഖ്യമന്ത്രി കസേരയിലിരുന്ന, നമുക്കറിയാം സ്പീക്കറിൻ്റെ ചേംബറിന് വലതുഭാഗത്തും ഇടതുഭാഗത്തും ആയാണ് സാധാരണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ അണിനിരക്കുക. അവിടെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സ്പീക്കർ ഇത്തവണ ഇടതുഭാഗത്തേക്ക് മാറും, ഇടതുഭാഗത്തിരുന്നവർ വലതുഭാഗത്തേക്ക് മാറും. അവിടെ ഏറ്റവും കൗതുകരമാകുന്ന കാഴ്ച കഴിഞ്ഞ തവണ സ്പീക്കറിൻ്റെ ഇടതുഭാഗത്ത് ആദ്യം ഉണ്ടായിരുന്ന VD സതീശൻ, അദ്ദേഹം വലതുഭാഗത്ത് ആദ്യ കസേരയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം മറുഭാഗത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇടതുഭാഗത്തേക്ക് മാറുകയും അവിടെയും പ്രതിപക്ഷത്തെ നയിക്കുന്നത് പിണറായി വിജയൻ ആയിരിക്കും എന്നതാണ്. അങ്ങനെയുള്ള ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ കാഴ്ചകളായിരിക്കും ഇനി നിയമസഭയുടെ തുടക്കത്തിൽ ഉണ്ടാവുക. പിന്നീടത് സ്വാഭാവികമാകുന്ന ഒരു ശീലത്തിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് വിരുന്ന് സൽക്കാരം പലപ്പോഴായി നടത്താറുണ്ട് ഗവർണർ. പല ആഘോഷ വേളകളിലും വിരുന്ന് സൽക്കാരം ഒക്കെ നടത്താറുണ്ട്. പക്ഷേ അതിൽ ചിലതൊക്കെ ബഹിഷ്കരിക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടാകാറുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു ഏറ്റുമുട്ടലിൻ്റെ സാധ്യത നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഗവർണർ പ്രോട്ടോകോൾ പ്രകാരം ഉള്ള നടപടികളിലേക്ക് പോകുമോ, അതായത് സത്യപ്രതിജ്ഞാവേദിയിൽ നിയുക്ത മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും അല്ലാതെ മറ്റാരെയും അനുവദിക്കില്ല എന്നതായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരെയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം മന്ത്രിമാർ മാത്രമല്ല ഈ വിരുന്നിൻ്റെ ഭാഗമാകുന്നത് എന്നതുകൂടി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ലീഗിൻ്റെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ വിരുന്നിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒരുമിച്ചാണ് ഒരേ ടേബിളിൽ ആണ് ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ, അതായത് ഈ സർക്കാർ ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ വിരുന്ന് സൽക്കാരം, ഗവർണറുടെ വിരുന്ന് സൽക്കാരമാണ്. ആ സൽക്കാരത്തിലേക്ക് എല്ലാവരും എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം ഗവർണർ കൂടി ഈ സത്കാരത്തിൻ്റെ ഭാഗമായി എത്തും. അതിനുശേഷം ആണ് തീർച്ചയായും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ ക്യാബിനറ്റ് സംബന്ധിച്ചൊരു ധാരണയൊക്കെ ഇപ്പോഴേ ഉണ്ടാകും. അതെന്ത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.